ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 21 ശുക്രൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. സെപ്റ്റംബർ 14 വരെ ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാകും. അപ്പോൾ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്തത്. 2025 ആഗസ്റ്റ് 21 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ശുക്രൻ കർക്കിടക രാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ കർക്കിടക രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ സുഖസ്ഥാനമാണ്, 4ാം ഭാവസ്ഥാനമാണ്. അവിടേക്കാണ് ഈ ശുക്രൻ രാശി മാറുന്നത്. പ്രത്യേകിച്ച് സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ സുഖസ്ഥാനത്തേക്ക്, കാലപുരുഷൻ്റെ സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക രാശി എന്ന് പറയുന്നത് ജലതത്വ രാശിയാണ്. അതായത് ശരീരത്തിലെ ജലാംശത്തെ രാശിയുടെ നാഥനായ ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശുക്രനും ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ്, സെമൻ, അത് ശുക്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ പൊതുവെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവം, ഒരു മാനസികാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകാം. പ്രത്യേകിച്ച് കർക്കിടക രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ മാതൃകാരകനാണ്. അപ്പം ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ആയിട്ടുള്ള ഒരു ലവ്, അറ്റാച്ച്മെൻറ്റ്, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ്, അനുകമ്പ, വാത്സല്യം ഒക്കെ ഈ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാർഗ വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം ശുക്രൻ്റെ പ്രത്യേകിച്ച് 4ാം ഭാവം, കാലപുരുഷൻ്റെ 4ാം ഭാവം എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ കുടുംബത്തിലൊക്കെ കുടുംബ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമാണ്. കുടുംബത്തിലൊക്കെ സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമായിട്ട് ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശി മാറ്റത്തെ കാണാം. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശി മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, അതുപോലെ ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ശുക്രൻ 3ാം ഭാവാധിപനാണ്. അതുപോലെ തന്നെ 10ാം ഭാവാധിപനുമാണ് ശുക്രൻ. അപ്പോൾ ഈ 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 21 രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ശുക്രൻ 12ാം ഭാവരാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 12ാം ഭാവരാശിയിൽ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധനും സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് 29 വരെ. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 12ാം ഭാവരാശിയിലാണ് ബുധനും ശുക്രനും ഒക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലുമായിട്ട് ഉള്ള അന്വേഷണം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കോ, അല്ലെങ്കിൽ വിദേശത്ത് സെറ്റിൽമെൻറ്റിനോ അഥവാ വിദേശ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങൾ ഈ സമയത്ത് പുറത്തു വരും എന്ന് തന്നെ പറയാം. അപ്പോൾ പൊതുവെ സുഖച്ചെലവൊക്കെ കൂടും. കാരണം 12ലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ സുഖച്ചെലവ് കൂടും. അതുപോലെ ബന്ധുക്കളിൽ നിന്നൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അവർ മുഖാന്തരമൊക്കെ നമുക്ക് ചിലവ് കൂടാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചിലർക്ക് ഒരു ഒറ്റപ്പെടലായിട്ടുള്ള ഒരു തോന്നൽ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പൊതുവെ നമുക്ക് ധനച്ചെലവ്, പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ അത് നമുക്ക് ഈ 29 കഴിയുമ്പോൾ 29 വരെ ധനഭാവാധിപനായിട്ട് 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12ലാണ് നിൽക്കുന്നത്.
അപ്പോൾ അത് ചെലവ് കൂട്ടും. 29 കഴിയുമ്പോൾ ബുധൻ 2-ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ധനാഗമം കൂട്ടുന്നതിനും അല്ലെങ്കിൽ സമ്പാദ്യ വർധനവിനുമൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ നമ്മൾ ആ സമയത്ത് ചെയ്യാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ത്യാഗ മനോഭാവമൊക്കെ ഉണ്ടാകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അന്യരെയൊക്കെ സഹായിക്കുക, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഒക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ നമുക്ക് ഒരു ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നലൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. കാരണം 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ലാണ് വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ശുക്രൻ കർമ്മഭാവാധിപനായതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമായിരിക്കും. അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ തൊഴിലിൽ ഒരു ചെറിയ ഒരു സുഖക്കുറവ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പണച്ചെലവൊക്കെ ഈ സമയത്ത് വന്നു എന്ന് വരാം. അതുപോലെ നമ്മൾ ഈ രഹസ്യബന്ധങ്ങൾ, അതുപോലെ അൺഎത്തിക്കലായിട്ടുള്ള ബിസിനസ്, ഇവയൊക്കെ നടത്തുന്നവരൊക്കെ ഒരു കെയർ വേണം. അതുപോലെ ചിലരെ സംബന്ധിച്ചുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ, അതൊക്കെ തന്നെ ഈ നിരോധിത സാധനങ്ങളൊക്കെ കൈവശം വയ്ക്കുന്നതൊക്കെ അത്ര ഗുണകരമായ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ലഹരി പദാർത്ഥങ്ങളോ മറ്റു നിരോധിത സാധനങ്ങളോ ഒക്കെ കൈവശമൊക്കെ വെച്ച് അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നടത്തുന്നവരൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഔദ്യോഗിക തലത്തിലൊക്കെ രഹസ്യബന്ധങ്ങൾ ഉള്ളവർ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഈ ഹണി ട്രാപ്പിലൊക്കെ പെടാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ശുക്രനാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ന്യായവാദമൊക്കെ നടത്തുന്നത് ഗുണം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം ചിലർക്ക് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും അതുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും യോഗ, ധ്യാനം ഇവയുമായി ബന്ധപ്പെട്ട ഉള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ധനച്ചെലവിന് സാധ്യതയുണ്ട്. അപ്പോൾ സ്വന്തം ദുഷ്പ്രവൃത്തികൾ വഴി ബന്ധുക്കൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകാവുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഈ കുറുകാരെ ഒഴിവാക്കണം. പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും പേഴ്സണൽ റിലേഷൻഷിപ്പിലും ഒരു കരുതൽ വേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ നമുക്ക് കഴിവതും ഈ സമയത്ത് അല്പം റെസ്റ്റ്, അതായത് വിശ്രമം, ധ്യാനം, യോഗ ഇവയിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്ത് പോകാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക. ഇനി കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ്. കന്നി കുറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം കന്നി കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും 2ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആഗസ്റ്റ് 21-ന് അവരുടെ 11-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ ശുക്രൻ 11-ാം ഭാവരാശിയിൽ സെപ്റ്റംബർ 14 വരെ ഉണ്ടാകും. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ, അതുപോലെ തന്നെ കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ, ആ ബുധൻ ആഗസ്റ്റ് 29 വരെ 11-ൽ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. അങ്ങനെ ശുക്രനും ബുധനും 11-ൽ യോഗം ചെയ്യുന്ന സമയം എന്ന് പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഭാഗ്യം എന്ന് തന്നെ പറയാം. പല സോഴ്സുകളിൽ നിന്ന് അവർക്ക് ധനാഗമം ഉണ്ടാകും. പൊതുവെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളിലെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും ഈ സമയത്ത് അവർ സാധിച്ചെടുക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കുക വഴിയുള്ള ഒരു ചെലവ് ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രൊഫഷണൽ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പദവി, അവരുടെ ആ സ്റ്റാറ്റസ് ഒക്കെ ഉയരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ 29-നൊക്കെ ആ ബുധൻ രാശി മാറുകയാണ്. അപ്പോൾ പൊതുവെ ഈ 30 മുതൽ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം കർമ്മഭാവാധിപനായിട്ടുള്ള ബുധനാണ് 12-ലേക്ക് രാശി മാറുന്നത്. അത് ചിലപ്പോൾ തൊഴിലൊരു സഡൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു
തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഡൻ യാത്രയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ബാങ്കിങ് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കുടുംബ ബിസിനസ്സുകാർക്ക് അവർക്കൊക്കെ തന്നെ പ്രത്യേകിച്ച് വലിയ നേട്ടം ഈ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അനുകൂല സമയമാണ്. സർക്കാർ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നതിന് അങ്ങനെയെങ്കിൽ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ധനസഹായം പ്രതീക്ഷിക്കുന്നവർക്കും ആ സഹായം കിട്ടാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കലാകാരന്മാർ 11-ലൊക്കെ ആ ശുക്രൻ വരുമ്പോൾ കലാകാരന്മാരായാലും പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ ഫിലിം പ്രവർത്തകർ, ഇവർക്കൊക്കെ പൊതുവെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാകും. സുഹൃത്തുക്കൾ വഴിയോ സഹോദരങ്ങൾ വഴിയോ ഒക്കെ നല്ല ബന്ധം അവർ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ്സിലൊക്കെ തന്നെ ഭാഗ്യാനുഭവമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളിക്കൊക്കെ ഭാഗ്യനേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അവർ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ വ്യക്തിബന്ധം, അതുപോലെ ദാമ്പത്യ ബന്ധം, അതുപോലെ പ്രൊഫഷണൽ തലത്തിലെ ബന്ധം, ഇവയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിൽ അല്പം കെയർ വേണം. ശുക്രൻ 11-ലൊക്കെ നിൽക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ സ്ത്രീ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഉള്ള ആ ഒരു കണക്ഷൻസ്, അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതിനൊക്കെ അതുകൊണ്ട് അവർ മുഖാന്തരമൊക്കെ ഗുണാനുഭവം ഉണ്ടാകുമെങ്കിലും അതിലൊരു കെയർ വേണ്ടുന്ന സമയമാണെന്ന് നമ്മുടെ മനസ്സിലാക്കുക. പൊതുജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത, സോഷ്യൽ റിലേഷൻസ് വഴിയിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവെ ശുക്രൻ്റെ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഈശ്വരചിന്തയൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഒരു ഒറ്റപ്പെടൽ അവസ്ഥയൊക്കെ ഒന്ന് മാറുന്ന സമയമാണ്. പൊതുവെ നമുക്ക് പ്രണയ ചിന്തകൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ജോയിൻ്റ് സംരംഭങ്ങൾ, സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ ഒക്കെ നമ്മൾ കൂട്ടായിട്ടൊക്കെ സംരംഭങ്ങൾ നടത്തുന്നെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ചില ഭാഗ്യനേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശുക്രൻ ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ജന്മ ലഗ്ന രാശ്യാധിപനാണ്, മാത്രമല്ല അഷ്ടമ ഭാവാധിപനുമാണ്. അപ്പോൾ 1ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10ാം ഭാവരാശിയിലേക്കാണ് ആഗസ്റ്റ് 21-ന് രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. അതുപോലെ ആഗസ്റ്റ് 29 വരെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധനും 12-ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, തൊഴിലിൽ വളരെ വിജയം അല്ലെങ്കിൽ തൊഴിലിൽ വളരെ ഗുണാനുഭവം, വളരെ സംതൃപ്തി, സന്തോഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ കൂടുതൽ ഉത്തരവാദിത്വം വരിക എന്ന് പറയുമ്പോൾ തൊഴിലിടത്ത് കൂടുതൽ, അതായത് തൊഴിലിടത്ത് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും അഷ്ടമഭാവാധിപത്യം കൂടെ ആ ശുക്രൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് തൊഴിലിടത്ത് ഒരു സ്ഥാനക്കയറ്റമൊക്കെ വന്നാലും വർക്കിലൊക്കെ ഒരു പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം. ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് റെപ്യൂട്ടേഷനൊക്കെ അല്പം ദോഷം വരാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഏരിയയിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് തൊഴിലിൽ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടും. എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റീസൊക്കെ തൊഴിലിടത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അഷ്ടമഭാവാധിപത്യം കൂടെ ശുക്രനുണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ടെൻഷൻ, വർക്ക് പ്രഷർ, വർക്ക് ലോഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ സൂര്യൻ പ്രത്യേകിച്ച് ഈ സൂര്യൻ ഇപ്പോൾ ഈ കുറുകാരുടെ 11-ൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ സർക്കാർ ആനുകൂല്യത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാലതാമസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലതാമസമൊക്കെ മാറിക്കിട്ടുന്നതിന് അത് സഹായകമാണ്.
അതുപോലെ അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് 10ൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും. പ്രത്യേകിച്ച് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ശാസ്ത്രജ്ഞർ, അതുപോലെ ഈ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് CBI, NIA, അതുപോലെ IB ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അക്കൗണ്ടിങ് ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഈ കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക്, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക്, അവർക്കൊക്കെ തൊഴിലിൽ വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. മറ്റു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ അഭാവത്തിൽ കുറച്ച് സമയത്തെങ്കിലും ഉയർന്ന ജോലി അവർക്ക് നിർവഹിക്കേണ്ടി വരുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ നമുക്ക് കാണാം. മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്നൊക്കെ സന്തോഷ അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശുക്രനും ബുധനുമൊക്കെ പ്രത്യേകിച്ച് ആ 4ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ വീട് പുതുക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുന്നതിനോ വാഹനം റിപ്പയർ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ നമ്മുടെ യാത്രാ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ശുക്രനും ബുധനുമൊക്കെ 4ൽ ദൃഷ്ടി ചെയ്യുന്നത് അതിനൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും. കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ശ്രമം ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലർക്ക് ഭാഗ്യാനുഭവങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമാണ്. അപ്പോൾ പൊതുവെ തൊഴിൽ ജീവിതം, കുടുംബ ജീവിതമൊക്കെ സന്തോഷകരമാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെയാണ്. ഇപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ അവരുടെ 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ 9ാം ഭാവരാശിയിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്കാണ് ആഗസ്റ്റ് 21 രാശി മാറുന്നത്. സെപ്റ്റംബർ 14 വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനും ആ 9ൽ നിൽക്കുന്നുണ്ട് ആഗസ്റ്റ് 29 വരെ. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ദൂരെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാൻ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. 9ലാണ് ആ ശുക്രൻ വരുന്നത്, പ്രത്യേകിച്ച് 12ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ ദൂരെ യാത്രകൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യാം. പുത്തൻ കോഴ്സുകളൊക്കെ പഠിക്കുന്നതിനുള്ള ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവയൊക്കെ വിദേശത്ത് പ്രത്യേകിച്ച് പഠനമോ ഗവേഷണമോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ചിന്തകളും അതിനുള്ള പദ്ധതികളും ഒക്കെ ഈ സമയത്ത് ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ പൊതുവെ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പം 7ാം ഭാവാധിപനാണ് ശുക്രൻ. ആ 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനാകും. ചിലർക്ക് വിദേശത്ത് നിന്ന് ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യവും ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്കും വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. വിദേശത്ത് ഈ ടീച്ചിങ് പോസ്റ്റിലൊക്കെ ഈ അപ്ലൈ ചെയ്തവർക്ക് അതിനനുകൂലമായ സമയമായിട്ട് കാണുന്നുണ്ട്. അത്തരം തൊഴിലുകൾക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ധർമ്മചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ ഭൗതിക സുഖം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. യാത്രകൾക്കും അതുപോലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മീയ ചിന്ത കൂടുന്ന സമയമാണ്. മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും. പൊതുവെ ഈശ്വര കടാക്ഷമൊക്കെ കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം. അത് വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനം, അതുപോലെ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
ശുക്രൻ്റെ 9ാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ആചാര്യന്മാരെയോ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഉപദേശം അവരുടെ കടാക്ഷമൊക്കെ കിട്ടുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും. അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളി വഴിയോ നമ്മുടെ ബിസിനസ് വഴിയോ എന്തെങ്കിലുമൊക്കെ യാത്രകൾ വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശത്ത് താമസം അല്ലെങ്കിൽ താമസ സൗകര്യങ്ങൾ അത് അറേഞ്ച് ചെയ്യുന്നതിനൊക്കെ അല്ലെങ്കിൽ പാർപ്പിടം കണ്ടെത്തുന്നതിനൊക്കെയുള്ള ഒരു സാഹചര്യം കൂടെ ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ ദീനദയാ പ്രസ്ഥാനങ്ങളിലൊക്കെ ആകൃഷ്ടരാകും. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ കൊടുക്കുന്നതിനോ ഒക്കെയുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. പൊതുവേ നമുക്ക് ന്യായവും സത്യവും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി അത്തരം മാർഗങ്ങളിലൂടെ ധനാർജനം നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. വീട് വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ മറ്റു പലവിധ സുഖഭോഗ വസ്തുക്കളൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. അവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കും. പൊതുവേ നമുക്ക് ഈ എഴുത്തിലും പ്രഭാഷണത്തിലും ടീച്ചിങ്ങിലും പബ്ലിഷിങ്ങിലും മാർക്കറ്റിങ്ങിലും അതുപോലെ മീഡിയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ അവരുടെ മേഖലകളിൽ വളരെ ശ്രദ്ധ ഉണ്ടാകുന്ന സമയമാണ്. ആ മേഖലകളിൽ അവർക്ക് ഗുണാനുഭവവും ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.